പ്രിയപ്പെട്ട കുട്ടികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിരുന്നു, പ്രോബ്ലംസ്. ഐഡിയൽ ഗ്യാസ് ഇക്വേഷനൊക്കെ ബേസ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തു. ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ്, അതേപോലെ കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷനൊക്കെ ബേസ് ചെയ്തിട്ട് കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്തിട്ട് അടുത്ത സെഷനിലേക്ക് പോകാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കൂ, ശ്രദ്ധിക്കുക. 7th ക്വസ്റ്റ്യൻ. കഴിഞ്ഞ ദിവസം നമ്മൾ 6 ക്വസ്റ്റ്യനാണ് ചെയ്ത് തോന്നുന്നു. 7th ക്വസ്റ്റ്യൻ. അറ്റ് 0 degree Celsius the density of oxide of a gas at 2 bar is same as that of dinitron at 5 bar. What is the molecular mass of oxide? അങ്ങനെ പറഞ്ഞാൽ എന്താണ്? 7th ക്വസ്റ്റ്യൻ എങ്ങനെ പറഞ്ഞത് നോക്കൂ. ഡെൻസിറ്റി ഓഫ് at 0 degree Celsius density of certain oxide of a gas at 2 bar is same as that of dinitron at 5 bar. What is the molecular mass of oxide? ഇവിടെ നോക്കൂ കേട്ടോ. ഇപ്പോൾ ഇതിൽ കൊടുത്തതാണ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പഠിച്ചത്? എന്താണ്? PM/RT. ശരിയല്ലേ അത്? ഇനി ഇവിടെ തന്നത് ഡെൻസിറ്റി ഓഫ് ഒരു ഓക്സൈഡ് സെയിം ആസ് ദാറ്റ് ഓഫ് ഡെൻസിറ്റി ഓഫ് നൈട്രജൻ. ഇങ്ങനെയാണ് നമ്മളോട് പറഞ്ഞത്. ഡെൻസിറ്റി സെയിം ആണ്. അപ്പോൾ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പഠിച്ചത്? എന്താണ്? PM/RT. നമ്മോട് പറഞ്ഞത് അറ്റ് 0 degree Celsius ഡെൻസിറ്റി ഓഫ് സെർട്ടൈൻ ഓക്സൈഡ് ഓഫ് എ ഗ്യാസ് അറ്റ് 2 bar ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് ഡൈനൈട്രൺ അറ്റ് 5 bar. അപ്പോൾ 0 degree Celsiusലാണ് ടെമ്പറേച്ചർ സെയിം ആണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്ത് കൊടുക്കാൻ പറ്റും? എന്തൊക്കെ ഇവിടെ മാറ്റുണ്ട്? പ്രഷറിൽ മാറ്റുണ്ട്, മോളാർ മാസിൽ മാറ്റുണ്ട്. അപ്പോൾ പ്രഷർ ഇതിന് നമുക്ക് കൊടുക്കാം P1 എന്ന് കൊടുക്കാം, ഇതിന് M1 എന്ന് കൊടുക്കാം. ഡിവൈഡഡ് ബൈ RT ദാറ്റ് ഈസ് ഈക്വൽ ടു P2 M2/RT എന്ന് കൊടുക്കാം. RT നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ P1 എന്താ? ഡെൻസിറ്റി ഓഫ് സെർട്ടൈൻ ഓക്സൈഡ് ഓഫ് എ ഗ്യാസ് അറ്റ് ദെൻ 2 bar 2 എന്നാണ് കൊടുക്കുന്നത്. 2 ഇൻറ്റു ഡെൻസിറ്റി ഓഫ് ഓക്സൈഡ് ഞാൻ M ഓക്സൈഡ് എന്ന് കൊടുത്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു ദെൻ ഇനി ഡെൻസിറ്റി ഓഫ് ഡൈനൈട്രൻ അറ്റ് 5 bar എന്നാണ്. സോ 5 ഇൻറ്റു നൈട്രൻ്റെ മോളാർ മാസ് എത്രയാണ്? 28. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു M ഓക്സൈഡ് ഈക്വൽ ടു 5 ഇൻറ്റു 28 ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. 5 ഇൻറ്റു 28 ഡിവൈഡ് ബൈ 2 എത്രയാണ്? ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 14. ഇനി 14 ഇൻറ്റു 5 എത്രയാണ്? 70 ഗ്രാം പെർ മോൾ എന്ന് കിട്ടും. ഇതാണ് ഇതിൻ്റെ മോളാർ മാസ് കിട്ടുക. ചെയ്ത് മനസ്സിലായോ? ആ ഡെൻസിറ്റി ഓഫ് ഓക്സൈഡ് ഒക്കെ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കൂ. ഒന്ന് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ. ഡെൻസിറ്റി ഓഫ് എ ഗ്യാസ് ഈസ് ഫൗണ്ട് ടു ബി 5.46 gram per decimeter cube at 27 degree Celsius and 2 bar pressure. What will be the density at STP? 8th question കേട്ടോ. നോക്കൂ 8th question എന്താ വന്നത്? ഡെൻസിറ്റി ഓഫ് എ ഗ്യാസ് ഈസ് ഫൗണ്ട് ടു ബി, ഡെൻസിറ്റി തന്നിട്ടുണ്ട് 5.46 gram per cubic decimeter. എന്നിട്ട് ക്വസ്റ്റ്യൻ ഇതാണ്. ദെൻ 27 degree Celsius 2 bar പ്രഷറിൽ. ഇനി കാൽക്കുലേറ്റ് ഡെൻസിറ്റി അറ്റ് STPയിൽ ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം. STPയിലാണ് ഡെൻസിറ്റി. നമുക്ക് ഡെൻസിറ്റിയുടെ ഇക്വേഷൻ ഉണ്ട്. ഡെൻസിറ്റി ഈക്വൽ ടു PM/RT. നമുക്കിങ്ങനെ എഴുതാം. D1 ഈക്വൽ ടു P1 M/RT1. എന്താ ഞാൻ M ഒക്കെ കൊടുത്താൽ എന്താ? ഒരേ ഗ്യാസിനല്ലേ നമ്മൾ പറയുന്നത്. ഡെൻസിറ്റി ഓഫ് എങ്ങനെ കൊടുത്താൽ? ഡെൻസിറ്റി ഓഫ് എ ഗ്യാസ് ഒരു പെർട്ടിക്കുലർ ഗ്യാസ് ആണ്. ഓക്കെ, R കോൺസ്റ്റന്റ്, T1 ടെമ്പറേച്ചർ. ഇനി അത് മാറ്റണ്ടല്ലോ. ഇനി D2 ഈക്വൽ ടു P2 M ഡിവൈഡഡ് ബൈ RT2. നമ്മൾ ഈ രണ്ട് ഇക്വേഷൻ D1/D2 ഈക്വൽ ടു ഇതിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? P1/T1 all divided by P2/T2 or D1/D2 equal to P1 into T2 divided by T1 into P2. മനസ്സിലാവുന്നുണ്ടോ? അത് ചെയ്ത് മനസ്സിലാവുന്നുണ്ടോ? ഇത് ഇങ്ങോട്ട് മുകളിലേക്ക് എത്തി. അറിയല്ലോ കാര്യങ്ങൾ. സോ D1 ഈക്വൽ ഡെൻസിറ്റി 5.46 ആണ് ആദ്യം തന്നത്, ഡിവൈഡഡ് ബൈ D2 ദാറ്റ് ഈസ് ഈക്വൽ ടു P1 എത്രയാണ്? ആദ്യത്തെ പ്രഷർ 2 ആണ്. ദെൻ രണ്ടാമത്തെ ടെമ്പറേച്ചർ STPയിലെ ടെമ്പറേച്ചർ 273 Kelvin ആണല്ലോ, ഡിവൈഡഡ് ബൈ T1 എത്രയാണ്? 27 degree Celsius എന്ന് പറഞ്ഞാൽ 300 Kelvin. ഇനി അടുത്ത എന്താണ്? P2 എന്ന് പറഞ്ഞാൽ പ്രഷർ 1 bar. ശരിയായില്ല? ഇവിടെ നോക്കൂ. D1 ഡെൻസിറ്റി 5.46, D2 ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇനി P1 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പ്രഷർ 2 bar ആണ്. T2 എന്ന് പറഞ്ഞാൽ STPയിലുള്ള ടെമ്പറേച്ചർ 273 Kelvin ആണ്. ഇനി അടുത്ത് T1 എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ then 27 degree Celsius 300 Kelvin into ഇനി അടുത്ത് P2 then ഓക്കെ STPയിലുള്ള പ്രഷർ 1. then ഇനി ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഡെൻസിറ്റി D2 ഈക്വൽ ടു ഒന്ന് നോക്ക്. D2 ഈക്വൽ ടു എത്ര കിട്ടാം? D2 ഈക്വൽ ടു 5.46 into 300 divided by 5.46 into 300 divided by
2 × 273. ഇത് ചെയ്താൽ എത്ര കിട്ടാം? ഒന്ന് നോക്കൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ 100 ഇവിടുന്ന് എടുത്തിട്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കൂ. 546. 2 × 273 എന്ന് പറഞ്ഞാൽ 546 ആണല്ലോ. സോ 546 ക്യാൻസൽ ചെയ്യും. ലാസ്റ്റ് 3 എന്ന് കിട്ടും. 3 g/dm³ എന്നായിരിക്കും ആൻസർ. D2 ഡെൻസിറ്റി ഓഫ് സെക്കൻഡ് ഗ്യാസ്. ഇത് ഇങ്ങോട്ട് കൊണ്ടുപോയി, അപ്പോൾ ഇത് ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ കിട്ടിയ ആൻസർ കൃത്യമല്ലേ? ഇത് ഈ 100 എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് 546, ദെൻ 2 × 273, 546 ക്യാൻസൽ ചെയ്തു, അവസാനം 3 എന്ന് കിട്ടും ആൻസർ. ക്ലിയർ ആണല്ലോ അത്? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, എ സ്റ്റുഡൻറ് forgot to add certain reaction mixture to the round bottom flask at 27 degrees Celsius, but instead of he or she placed the flask on the flame. After lapse of time, he realized his mistake and using a pyrometer, he found the temperature of the flask is 477 degrees Celsius. What fraction of air would have been expelled out എന്നാണ്. എന്താ അത് പറഞ്ഞാൽ എന്താണ്? ഒരു റൗണ്ട് ബോട്ടം ഫ്ലാസ്ക്, RB ഫ്ലാസ്ക് എന്നൊക്കെ പറയും. ഈ ഫ്ലാസ്ക് ഒരു സ്റ്റുഡൻറ്റ് ദെൻ ചൂടാക്കാൻ വെച്ചു. തുടങ്ങിയപ്പോൾ 27 ഡിഗ്രി സെൽഷ്യസ് ആണ്, 27 ഡിഗ്രി സെൽഷ്യസ്. എന്നിട്ട് അത് ഹീറ്റ് ചെയ്യാൻ വെച്ചു. ദെൻ പക്ഷേ ഇയാൾ റിയാക്ഷൻ മിക്സർ ആഡ് ചെയ്യാൻ വിട്ടുപോയി. എന്തെങ്കിലും ആഡ് ചെയ്യേണ്ടതായിരുന്നു, അത് വിട്ടുപോയി. അവസാനം കുറേ കഴിഞ്ഞിട്ട് ഇയാൾ മനസ്സിലാക്കിയപ്പോൾ വെറുതെ ഇതിൻ്റെ ടെമ്പറേച്ചർ പൈറോമീറ്റർ വെച്ച് നോക്കിയപ്പോൾ 477 ഡിഗ്രി സെൽഷ്യസ് ആയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എന്താണ്? ഇവിടുന്ന് എത്ര എയർ എക്സ്പെൽ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് തിയറി പാർട്ട് ഒന്ന് മനസ്സിലാക്കുക നിങ്ങൾ. ഇതൊരു തുറന്നിട്ട പാത്രമാണ്, ഓക്കെ, ക്ലോസ് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ഗ്യാസ് എത്ര ഉണ്ടോ നമ്മൾ V1 വോള്യൂം കൊടുത്തു വിചാരിക്കുക. ഇതിൻ്റെ വോള്യൂം തന്നെ ആയിരിക്കുമല്ലോ അന്നേരം ഉള്ളത്. ഇനി ദെൻ നിങ്ങൾ പ്രഷർ കോൺസ്റ്റൻ്റ്, തുറന്നിട്ട പാത്രമായി കഴിഞ്ഞാൽ പ്രഷർ കോൺസ്റ്റൻ്റ് ആണ്. ആ പ്രഷർ കോൺസ്റ്റൻ്റ് ആകുമ്പോൾ നിങ്ങൾക്കറിയാം ടെമ്പറേച്ചർ ഇത്രയും കൂടുമ്പോൾ വോള്യൂം ഒരുപാട് കൂടി. വോള്യൂം കൂടിയിട്ടുണ്ടെങ്കിൽ ഇപ്പം നോക്ക്, നമ്മൾ തുടങ്ങുമ്പോൾ ഇതിൻ്റെ വോള്യൂം 100 ml റൗണ്ട് ബോട്ടം ഫ്ലാസ്ക് ആചാരിക്കും. അങ്ങനെ ചൂടാക്കിയപ്പോൾ, ഞാൻ വെറുതെ പറയുന്ന കേട്ടോ, ചൂടാക്കിയപ്പോൾ ഇതിൻ്റെ വോള്യൂം 150 ml ആക്കി ആ ഗ്യാസിൻ്റെ വോള്യൂം. പക്ഷേ ഇതിൽ എത്രയേ കൊള്ളുള്ളൂ? 100 ml കൊള്ളുള്ളൂ. അപ്പോൾ 50 ml ഇവിടുന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? എക്സ്പെൽ ചെയ്തിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അത് ഇതിൽ 150 ml കൊള്ളൂല, 50 ml പോയിട്ടുണ്ട്. അപ്പോൾ നമ്മോട് പറയുന്നത് എത്ര ഫ്രാക്ഷൻ ഓഫ് എയർ എക്സ്പെൽ ചെയ്തു എന്നാണ് ഇത്രയും കണ്ടീഷൻ കഴിയുമ്പോൾ. അപ്പോൾ നമുക്കിവിടെ അപ്ലൈ ചെയ്യാനുള്ളത് ഓപ്പൺ വെസലായതുകൊണ്ട് V1/T1 = V2/T2. നല്ല ക്വസ്റ്റ്യൻ ആട്ടോ അത്. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷേ എളുപ്പമാണത്. V1/T1 = V1 എത്ര? 27 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ എന്താ? 300. ദാറ്റ് ഈസ് ഈക്വൽ ടു V2 എത്ര ഇത്? ദെൻ ഇതിലേക്ക് 273 ആഡ് ചെയ്ത് നോക്ക്, 0. ദെൻ ഓക്കെ 5, 14 + 1 5, ദെൻ ഓക്കെ 750 കെൽവിൻ എന്ന് കിട്ടും. 750 കെൽവിൻ ആണല്ലോ. സോ ദെൻ ഇവിടെ നമുക്കിത് 150 വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ 2 ടൈംസ് പോവും. ഇതിൽ എത്ര ഉണ്ടാവും പറ? 250 ആണെങ്കിൽ 5 ടൈംസ് ഉണ്ടാവും. അല്ല, 150 വെച്ചിട്ടാണെങ്കിൽ 5 ടൈംസ്. ശരിയല്ലേ? ഇത് 5 ടൈംസ്. സോ V2 = 5/2 V1 എന്നുണ്ടാവും. ഓർ ദാറ്റ് ഈസ് ഈക്വൽ 2.5 V1. V2. അപ്പോൾ V2 എന്ന് പറഞ്ഞാൽ 2.5 V1 ആണ്. ഇതിൻ്റെ 2.5 ടൈംസ് ദെൻ ഓക്കെ വോള്യൂം ഉണ്ടാവണം. പക്ഷെ അതിൽ അത്ര ഉണ്ടാവുമോ? ഇല്ലല്ലോ. അതിൽ എത്ര കൊള്ളുള്ളൂ? V1 അല്ലേ കൊള്ളുള്ളൂ. സോ വോള്യൂം ഓഫ് എയർ എക്സ്പെൽഡ്, നിങ്ങൾ പറ, വോള്യൂം ഓഫ് എയർ എക്സ്പെൽഡ് ഈക്വൽ ടു V2 - V1. ഇതാണ് വോള്യൂം ഓഫ് എയർ എക്സ്പെൽഡ്. ഇനി അടുത്തത് ദെൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത് ഫ്രാക്ഷൻ ഓഫ് എയർ എക്സ്പെൽഡ് എന്നാണ്. ഈ ഫ്രാക്ഷൻ ഓഫ് എയർ എക്സ്പെൽഡ് എന്നുള്ളതിനൊരു ഇക്വേഷൻ ഉണ്ട്, നിങ്ങൾ പഠിക്കണത്. നമുക്കതൊന്ന് പഠിച്ചു വെക്കണം. ഫ്രാക്ഷൻ ഓഫ് എയർ എക്സ്പെൽഡ്. ഫ്രാക്ഷൻ ഓഫ് എയർ എക്സ്പെൽഡ് എന്ന് പറഞ്ഞാൽ ഫ്രാക്ഷൻ ഓഫ് എയർ എക്സ്പെൽഡ് ഈക്വൽ ടു V2 - V1 ഡിവൈഡഡ് ബൈ V2 എന്നാണ്. ഇത് കാണാതെ പഠിക്കണം കേട്ടോ. ഫ്രാക്ഷൻ ഓഫ് എയർ എക്സ്പെൽ, ഫൈനൽ വോള്യൂം മൈനസ് ഇനീഷ്യൽ വോള്യൂം ഡിവൈഡ് ബൈ ഫൈനൽ വോള്യൂം ഇൻറ്റു 100 ചെയ്താൽ അത് പെർസെൻറ്റേജ് ഓഫ് എയർ എക്സ്പെൽഡ് ആയി. സോ ഹിയർ V2 = 2.5 V1 - V1 ഡിവൈഡഡ് ബൈ V2 = 2.5 V1. ശരിയല്ലേ? ഇത് ചെയ്ത് കഴിഞ്ഞാൽ 1.5 V1 ഡിവൈഡഡ് ബൈ 2.5 V1 ഓർ V1 ക്യാൻസൽ ചെയ്ത് പോയി. 1.5 ഡിവൈഡഡ് ബൈ 2.5 ഇൻറ്റു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും 3/5 എന്ന് ആൻസർ കിട്ടും. 3/5. ഇതാണ് ഫ്രാക്ഷൻ ഓഫ് എയർ എക്സ്പെൽഡ്. നിങ്ങൾ NCERT ടെക്സ്റ്റിൽ ഇതിൻ്റെ ആൻസർ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടുന്ന് പഠിക്കാനുള്ളത്? ഫ്രാക്ഷൻ ഓഫ് എയർ എക്സ്പെൽഡ് എന്ന് പറഞ്ഞാൽ V2 - V1 ഡിവൈഡഡ് ബൈ V2 എന്നാണ്. കൺഫ്യൂഷൻ ആവരുത്. ഇൻറ്റു 100 ചെയ്താൽ അത് പെർസെൻറ്റേജ് ഓഫ് എയർ എക്സ്പെൽഡ് ആയി. ക്ലിയർ ആണല്ലോ അത്? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ,
കാൽക്കുലേറ്റ് ദ ടെമ്പറേച്ചർ ഓഫ് 4 mole of a gas occupying 5 decimeter cube at 3.32 bar. ഇങ്ങനെയാണ് കാൽക്കുലേറ്റ് ദ ടെമ്പറേച്ചർ ഓഫ്. ടെമ്പറേച്ചർ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇനി എത്ര മോളാണ് ഗ്യാസ് പറഞ്ഞത്? 10th ക്വസ്റ്റ്യൻ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ദെൻ 4 mole ഗ്യാസ് പിന്നെ അടുത്ത് 4 mole ഓഫ് ഗ്യാസ് occupying 5 decimeter ക്യൂബ് ആണ് വോള്യൂം, 3.32 ബാർ പ്രഷർ. നോക്കൂ, ഇത് then ഓക്കെ നമ്പർ ഓഫ് മോൾ ആണ് ഇപ്പോൾ ഈ തന്ന നമ്പർ ഓഫ് മോള്. ഇത് വോള്യാണ്, ഇത് പ്രഷറാണ്. ഇനി ടെമ്പറേച്ചർ ആണ് ചോദിക്കുന്നത്. നമുക്ക് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പി വി is equal to NRT ആണല്ലോ. ഇവിടുത്തെ T is equal to PV by NR ഓർ പി പ്രഷർ 3.32 ഇൻറ്റു വോള്യം എത്രയാണ്? 5 decimeter ക്യൂബ് ഡിവൈഡഡ് ബൈ 3.32 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു ആറിൻ്റെ വില എത്രയായിരുന്നു? ആറിൻ്റെ വില ഇത് ഡെസിമീറ്റർ ക്യൂബ് ബാറിൽ കൊടുക്കുമ്പോൾ എന്താ കൊടുക്കുക? 0.0831. ദെൻ ബാർ ഡെസിമീറ്റർ ക്യൂബ് യൂണിറ്റ് ഇതായിരുന്നല്ലോ, ബാർ ഡെസിമീറ്റർ ക്യൂബ് കെൽവിൻ ഇൻവേഴ്സ് മോൾ ഇൻവേഴ്സ് എന്നല്ലേ കിട്ടുക. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ എത്ര കിട്ടാം? നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും 50 കെൽവിൻ എന്ന് കിട്ടും. ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി, 50 കെൽവിൻ ആൻസർ കിട്ടും. അപ്പോൾ ഈ പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കണേ. 50 കെൽവിൻ നോക്കൂട്ടോ. ഇതെങ്ങനെ കിട്ടിയെന്നുള്ള നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് പെട്ടെന്ന് ചെക്ക് ചെയ്യാൻ പറ്റുമോ നോക്കൂട്ടോ. ഈ 3.32 ഡിവൈഡ് ബൈ 4 ഒന്ന് ചെയ്ത് നോക്കണോ നിങ്ങൾ? എങ്ങനെ കിട്ടാം? 3.32 3ലില്ല. അപ്പോൾ 32ൽ എത്രയാണ്? 8 അല്ലേ പഠിച്ചത് അല്ല. ഇനി 112, അപ്പോൾ 12ൽ എത്ര ഉണ്ടാവും? 3.83. ശരിയാവുന്നുണ്ടോ അത്? അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ 0.83 ഇവിടെ 0.083 ആണല്ലോ. അപ്പോൾ നമ്മൾ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്താ ഉണ്ടാവും? വേണമെങ്കിൽ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയും 10 ഉണ്ട്, ഇവിടെയും 10 ഉണ്ട്. അപ്പോൾ ഇവിടെ 0.83 ഇവിടെ 0.83 കട്ട് ചെയ്യാം നിങ്ങൾക്ക്. ശരിയല്ല. അപ്പോൾ ഇവിടെ ബാക്കി ഒരു 10 ഉണ്ടാവും. ആ 10 × 5 50. ശരിയാവണില്ലേ? കാൽക്കുലേഷൻ ഇങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുമോ ശ്രമിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടും 50 കെൽവിൻ. ക്ലിയർ ആണല്ലോ അത്? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത 11th ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് ദ വോള്യൂം ഒക്കുപ്പൈഡ് ബൈ 8.8 gram CO2 at 31.1 degree centigrade and 1 bar pressure R equal to തന്നിട്ടുണ്ട് 0.0831 ലിറ്റർ കെൽവിൻ ഇൻവേഴ്സ് മോൾ ഇൻവേഴ്സ്. ക്വസ്റ്റ്യൻ ഇതാണ്, വോള്യൂം ഒക്കുപ്പൈഡ് ആണ്. എന്താ കൊടുത്തെന്താണ്? 8.8 gram CO2 ആണ്. എന്നിട്ട് ബാക്കി വേറെന്താണ്? 31.1 degree centigrade ആണ്. പിന്നെ 1 bar പ്രഷറാണ്. നിങ്ങളൊന്ന് പറ എന്തൊക്കെയുള്ളത്? നമ്മളോട് എന്താ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു? വോള്യാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു. വി ഈക്വൽ ടു ആണ് ക്വസ്റ്റ്യൻ മാർക്ക്. ഇനി ദെൻ എന്തൊക്കെയാണ് ഇവിടുന്ന് ചെയ്യാൻ പറ്റുക? പി വി is equal to NRT, നമ്മൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ആണല്ലോ. വോള്യം കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു. പ്രഷർ തന്നിട്ടുണ്ട്. ടെമ്പറേച്ചർ 31.1 degree centigrade പ്ലസ് 273 ആഡ് ചെയ്ത് നോക്ക് എത്ര കിട്ടുക? 273 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് 273 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടുക? പറ നിങ്ങൾ എത്ര കിട്ടുന്നത്? 273 ആഡ് ചെയ്തു. അപ്പോൾ എത്ര കിട്ടുന്നത്? ദെൻ 1 പോയിന്റ് ഇവിടെ 4 പിന്നെ 304.1 കെൽവിൻ എന്ന് കിട്ടും. ഇനി ദെൻ അടുത്ത നമ്പർ ഓഫ് മോൾ തന്നിട്ടില്ല, വെയിറ്റ് ആണ് തന്നത്. നമ്പർ ഓഫ് മോൾ ഈക്വൽ ടു ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ആണല്ലോ. ഗിവൺ മാസ് 8.8 ഡിവൈഡ് ബൈ കാർബൺ ഡൈ ഓക്സൈഡിന് 44 മോളാർ മാസ്. ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടുക? ദാറ്റ് ഈസ് ഈക്വൽ ടു 0.2. ശരിയല്ലേ ഇത്? ദെൻ 8 പോലെ അപ്പോൾ 88 0.2. ക്ലിയർ ആണല്ലോ. സോ ദെൻ നമുക്കിവിടെ വോള്യാണ് വി is equal to NRT by P എന്ന് കൊടുക്കാം. സോ എൻ എത്ര പറ? എൻ നമ്പർ ഓഫ് മോള് 0.2 ഇൻറ്റു ആറിൻ്റെ വില എത്രയാണ്? 0.08. ദെൻ ബാറിലല്ലേ 831 തന്നിട്ടുണ്ടല്ലോ അവർ. ദെൻ ഇൻറ്റു ടെമ്പറേച്ചർ എത്രയായിരുന്നു പറ? 304.1 ഡിവൈഡഡ് ബൈ പ്രഷർ എത്രയായിരുന്നു? 1. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്യാനേ ഉള്ളൂ. ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടുക 5.05 ലിറ്റർ എന്ന്. 5.05 ലിറ്റർ. നിങ്ങളൊന്ന് ചെയ്ത് നോക്കണത്. 5.05 ലിറ്ററിന് ആൻസർ കിട്ടും. ക്ലിയർ ആണല്ലോ? എളുപ്പമാണല്ലോ ക്വസ്റ്റ്യൻ. ഇതിക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ, 12th ക്വസ്റ്റ്യൻ. 2.9 gram of a gas at 95 degrees Celsius occupy the same volume as 0.184 gram of dihydrogen at 17 degrees Celsius at the same pressure. What is the molar mass of the gas? എന്താ പറഞ്ഞാൽ എന്താ? 2.9 gram of a gas, 9 gram of a gas at 95 degrees Celsius, okay, occupy the same volume as 0.184 gram of dihydrogen at 17 degrees Celsius. വോള്യാണ് സെയിം എന്നാണ് പറയുന്നത്. ഇയാളെ വോള്യം സെയിം ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് ദി മോളാർ മാസ് ഓഫ് ദി ഗ്യാസ് എന്നാണ് ക്വസ്റ്റ്യൻ.
ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ചെയ്യാൻ പറ്റുക എങ്ങനെയത് ചെയ്യാൻ പറ്റുക 0.184 ഗ്രാം കേട്ടോ. ഓക്കെ, നിങ്ങൾ പറ ഇവിടെ വോള്യാണ് വി എക്സ് ഈക്വൾ ടു വി ഹൈഡ്രജൻ ആണ്. ഇനി നമുക്ക് വോള്യം നമുക്ക് കണക്ട് ചെയ്യാനുള്ള ഇക്വേഷൻ നമ്മൾ ഇങ്ങനെ ആക്കിയാലോ, പി വി ഈക്വൾ ടു എൻ ആർ ടി ഓർ വി ഈക്വൾ ടു എൻ ആർ ടി ബൈ പി. ക്വസ്റ്റ്യൻ എന്നിട്ട് കാൽക്കുലേറ്റ് എന്തായിരുന്നു, 2.9 gram of a gas at 95 degrees Celsius occupies same volume as 0.184 gram of dihydrogen at the same pressure. പ്രഷർ സെയിം ആട്ടോ, പ്രഷർ സെയിം ആണ്. ദെൻ ഇനി ടെമ്പറേച്ചറിലല്ലേ മാറ്റുള്ളൂ, 95 ഡിഗ്രി സെൽഷ്യസിൽ നമ്പർ ഓഫ് വോളിലും മാറ്റം ഉണ്ടാവും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ വി എക്സ് എന്നുള്ളത്, ദെൻ ആ എക്സ് അറിയാത്ത ഗ്യാസ് നമുക്ക് വി എക്സ്, അതിന് എൻ എക്സ് ആർ ടി എക്സ് ബൈ പി, പ്രഷർ സെയിം ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എൻ ഹൈഡ്രജൻ ആർ ടി ഹൈഡ്രജൻ ഡിവൈഡഡ് ബൈ പി. എന്നിട്ട് നമുക്ക് ഈ ഗ്യാസ് ഇത് രണ്ടും കട്ട് ചെയ്ത് പോകും. അപ്പോൾ എന്താ കിട്ടുക, എൻ എക്സ് ടി എക്സ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഹൈഡ്രജൻ ഇൻറ്റു ടി ഹൈഡ്രജൻ. ക്ലിയർ ആണല്ലോ അത്. ഇനി എന്താ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഹൈഡ്രജൻ കാണാൻ എക്സ് കാണാനുള്ള ഇക്വേഷൻ എന്താ, 2.9 ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് എക്സ്, അതാണല്ലോ ചോദിച്ചത്. ഇനി ടെമ്പറേച്ചർ 95 ഡിഗ്രി സെൽഷ്യസ്, എത്ര 95 എന്ന് പറഞ്ഞാൽ എത്രയാണ്, ദെൻ 273 പ്ലസ് 95 ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് 8 പിന്നെ 6 ഇത് 8 16 ദെൻ 1 അപ്പോൾ 368 ആണല്ലോ. 368 ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾ ഓഫ് ഹൈഡ്രജൻ എങ്ങനെയാണ്, മാസ് ഡിവൈഡ് ബൈ മോളാർ മാസ് 0.184 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ടെമ്പറേച്ചർ എത്രയായിരുന്നു പറഞ്ഞാൽ 17 ഡിഗ്രി സെൽഷ്യസ് പ്ലസ് 273 പ്ലസ് 17 ദാറ്റ് ഈസ് ഈക്വൽ ടു 290. അപ്പോൾ ഇവിടെ നിന്ന് ഇനി എം എക്സ് കാണണം. ഓർ എം എക്സ് ഈക്വൽ എങ്ങനെ എം എക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക, ഇവിടെ എന്തൊക്കെയോ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ കുറേ സാധനങ്ങളുണ്ട്. ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കണോ? ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എം എക്സ് എന്നുള്ളത് ചെയ്യാം. എം എക്സ് ഈക്വൽ ടു ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. എം എക്സ് ഈക്വൽ ടു അപ്പോൾ എന്തൊക്കെയാണ് ഉണ്ടാവാം, 2.9 ഇൻറ്റു 368 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 0.184 ഇൻറ്റു 290. ശരിയല്ലടാ, ഇത് ഇങ്ങോട്ടെടുത്തു ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, അപ്പോൾ ഇനി എം എക്സ് ഇവിടെ നോക്കിയാൽ ഇവിടെ 2.9ഉം ഇവിടെ എന്താ ഉള്ളത് 290യും. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പല്ലേ, ദെൻ എത്ര ഉണ്ടാവുക, 10 ആണോ, 29 ആണ്, 2.9 ആയതുകൊണ്ട് 100 ഉണ്ടാവും. 100. ഇനി അടുത്ത് നമുക്കിവിടെ ചെയ്യാനുള്ളത് ഈ 100 ഈ 184 ഉണ്ട് ഇവിടെ, പിന്നെ 368 ഉണ്ട്. ദെൻ 184 368 എന്താ അത് 0.184 ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ അല്ല 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞ് 18.4 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 18.4 ആയിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക, നിങ്ങൾക്ക് 20 എന്ന് കിട്ടൂലടാ, 20. അപ്പോൾ 20 ഇൻറ്റു 2 എന്നാണ് അവസാനം കിട്ടുക. ഇത് ചെയ്തു ഇതൊക്കെ ചെയ്തപ്പോൾ 20 ഇൻറ്റു 2 ദറ്റ് ഈസ് ഈക്വൽ ടു 40 gram per mole. ശരിയല്ല ആൻസർ, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയതാണ്. കാൽക്കുലേറ്റർ ഒന്നും വേണ്ട, നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു ക്വസ്റ്റ്യൻ ആണ്. ആൻസർ തന്നെയല്ലേ കിട്ടുക. ചെയ്ത മെത്തേഡ് മനസ്സിലായില്ലേ? വോള്യാണ് നമ്മോട് സെയിം എന്ന് പറഞ്ഞത്. അപ്പോൾ പി വി സി ഈക്വൽ ടു എൻ ആർ ടിയിൽ വോള്യത്തിന് എൻ ആർ ടി ബൈ പി അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് കിട്ടും. ചെയ്ത ഒന്നും കൂടി നിങ്ങൾ ചെയ്ത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബോയിൽസ് ലോ, ചാൾസ് ലോ, അതേപോലെ ഗേ-ലുസാക്സ് ലോ, അവോഗാഡ്രോസ് ലോ, ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഒക്കെ പഠിച്ചാണ്. ഇതേപോലെ നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ. ഇത് ജോൺ ഡാൾട്ടൺ കൊണ്ടുവന്നത്. എന്താണ് ഈ ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ പറയുന്നത്? നോക്കൂ, നമ്മളൊരു കണ്ടെയ്നർ ഉണ്ട്, ഇതിലൊരു ഗ്യാസ് ഉണ്ട്, എ എന്നുള്ളൊരു ഗ്യാസ് ആയിക്കോട്ടെ. ദെൻ ഇനി അടുത്തൊരു കണ്ടെയ്നർ ഉണ്ട്, ബി എന്നുള്ള ഗ്യാസ്. ഇതിൻ്റെ പ്രഷർ പി എ എന്നാണ്, ഇതിൻ്റെ പ്രഷർ പി ബി എന്നാണ്. ദെൻ പി എ എന്ന് പറഞ്ഞാൽ പ്രഷർ ഓഫ് എ, ഇത് പി ബി എന്ന് പറഞ്ഞാൽ പ്രഷർ ഓഫ് ബി. നമ്മൾ ഇതേപോലെ അടുത്ത കണ്ടെയ്നർ വോള്യം സെയിം ആണ് കേട്ടോ, എല്ലാം ടെമ്പറേച്ചറും സെയിം ആണ്. ഞാൻ ഈ ഗ്യാസിനെ കംപ്ലീറ്റ് ആയിട്ട് ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു, എ എന്നുള്ളത്. ബി എന്നുള്ള ആളെയും കംപ്ലീറ്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്തു, ബി, എ പ്ലസ് ബി, 2 ഗ്യാസും കൂടി അതിലുണ്ട്. ഇവിടുത്തെ ടോട്ടൽ പ്രഷർ പി ടോട്ടൽ എന്ന് പറഞ്ഞാൽ പി എ പ്ലസ് പി ബി എന്നായിരിക്കും. ഇതാണ് ഡാൾട്ടൺസ് ലോ പറയുന്നത്. എങ്ങനെ ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ എങ്ങനെയാണ് പറയുന്നത്? അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ദ ടോട്ടൽ പ്രഷർ എക്സർട്ടഡ് ബൈ എ മിക്സർ ഓഫ് 2 or more ഗ്യാസസ്, 2 അതിൽ കൂടുതലാവാം, 2 or more. കണ്ടീഷൻ ഉണ്ട്, നോൺ റിയാക്ടിങ് ഗ്യാസ് ആയിരിക്കണം, നോൺ റിയാക്ടിങ് ഗ്യാസസ്.
ഇസ് ദി സം ഓഫ് ദെയർ പാർഷ്യൽ പ്രഷേഴ്സ് എന്നാണ്. എന്താ ഈ പാർഷ്യൽ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താ? അതേ വോള്യത്തിൽ ഓരോ ഗ്യാസസ് ഇൻഡിവിജ്വലായിട്ട് കൊടുക്കുന്ന പ്രഷറിനെ പറയുന്ന പേരാണ് പാർഷ്യൽ പ്രഷർ. സോ എന്താ ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ എന്താ നോക്കൂ. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ പ്രഷർ എക്സേർട്ടഡ് ബൈ എ മിക്സർ ഓഫ് 2 or more non-reacting gases is the sum of their partial pressures എന്നാണ്. എന്താ പാർഷ്യൽ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താ? പ്രഷർ എക്സേർട്ടഡ് ബൈ ഇൻഡിവിജ്വൽ ഗ്യാസസ് അറ്റ് ദി സെയിം കണ്ടീഷൻ, അതിനെ പറയുന്ന പേരാണ് പാർഷ്യൽ പ്രഷർ. ക്ലിയർ ആണല്ലോ? അത് ടോട്ടൽ പ്രഷർ. അപ്പോൾ ഇതിന് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, പി ടോട്ടൽ ഈക്വൽ ടു P1 പ്ലസ് P2 പ്ലസ് P3 പ്ലസ് P4 പ്ലസ് എക്സെട്ര. കുറേ ഗ്യാസിൻ്റെ ഇങ്ങനെ എഴുതാം. കണ്ടീഷൻ എന്താണ്? നോൺ റിയാക്ടിങ് ആയിരിക്കണം എന്ന്. ഇനി നമ്മളൊരു കണ്ടെയ്നറിൽ അമോണിയ എടുത്തു, ദെൻ ഇനി അമോണിയ എടുത്ത് വേറെ കണ്ടെയ്നറിൽ HCl എടുത്തു. അമോണിയം HCl എടുത്താൽ ദെൻ രണ്ട് കണ്ടെയ്നറിൽ ഒന്നിൽ അമോണിയ എടുത്തു, ഒന്നിൽ HCl എടുത്തു. പി ടോട്ടൽ ഈക്വൽ ടു PNS3 പ്ലസ് PHCl. ഇത് ചെയ്യാൻ പറ്റില്ല, ഇത് നോട്ട് ഈക്വൽ ആയിരിക്കും. എന്താ കാരണം? എന്താ? അമോണിയം HClഉം തമ്മിൽ റിയാക്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ഏത് കണ്ടീഷനിലും കാര്യമായിട്ട് റിയാക്ട് ചെയ്യും. ഓക്കെ, ആ കണ്ടീഷനിൽ റിയാക്ട് ചെയ്തുകൊണ്ട് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കണ്ടീഷൻ എന്താണ്? എങ്ങനെയുള്ള ഗ്യാസിനായിരിക്കണം? നോൺ റിയാക്ടിങ് ഗ്യാസസിനായിരിക്കണം. ഓക്കെ, ഇവിടെ നമുക്ക് നൈട്രജൻ, ഇവിടെ നമ്മളെടുത്ത് നൈട്രജൻ എടുത്തു, നൈട്രജൻ, ഓക്സിജൻ, ദെൻ അന്നേരം നമുക്ക് പി ടോട്ടൽ ഈക്വൽ ടു പി നൈട്രജൻ പ്ലസ് പി ഓക്സിജൻ എഴുതാം. ഇത് കറക്റ്റാണ്. എന്താ കാര്യം? എന്താണ്? ഇതെല്ലാ നൈട്രജനും ഓക്സിജനും സാധാരണ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷനിൽ റിയാക്ട് ചെയ്യൂല. അപ്പോൾ നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഈസ് യുവർ ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ. എന്താ ഡാൾട്ടൺസ് ലോ? എന്താണ്? അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ പ്രഷർ എക്സേർട്ടഡ് ബൈ എ മിക്സർ ഓഫ് 2 or more non-reacting gases is the sum of their partial pressures. എന്താ പാർഷ്യൽ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താ? പ്രഷർ എക്സേർട്ടഡ് ബൈ ഈച്ച് ഗ്യാസ് then if it is alone in the container at the same condition, അതിനെ പറയുന്ന പേരാണ് പാർഷ്യൽ പ്രഷർ. ക്ലിയർ ആണോ ഈ പറഞ്ഞത്? ഡാൾട്ടൺസ് ലോ. ഇനി അതിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് വരാം, നോക്കാം നമുക്ക്. അടുത്ത നമ്മൾ പാർഷ്യൽ പ്രഷർ ഇൻ ടേംസ് ഓഫ് മോൾ ഫ്രാക്ഷൻ. ഇതിൻ്റെ ബാക്കി തന്നെയാണ് പാർഷ്യൽ പ്രഷർ ഇൻ ടേംസ് ഓഫ് എന്തിൻ്റെ? ഇൻ ടേംസ് ഓഫ് മോൾ ഫ്രാക്ഷൻ. കേട്ടിട്ടുണ്ടോ മോൾ ഫ്രാക്ഷൻ? കൈ എന്നൊക്കെയാണ് നമ്മൾ അതിനെ സിമ്പിളായിട്ട് കൊടുത്ത് നമ്മൾ ബേസിക് കോൺസെപ്റ്റ്സിലൊക്കെ നോക്കിയതാണ്. നിങ്ങൾ നോക്കൂ കേട്ടോ, നമ്മൾ PV ഈക്വൽ ടു nRT എന്ന് പഠിച്ചിട്ടുണ്ടല്ലോ. ഇവിടെ നമുക്ക് എഴുതാൻ പറ്റും P1 ഇസ് ഈക്വൽ ടു N1RT ബൈ V എന്ന് ഞാൻ എഴുതി. ഇവിടെ ഒന്നാമത്തെ ഗ്യാസിന് P1 ഈക്വൽ, തെറ്റുണ്ടോ അതിൽ? PV ഈക്വൽ ടു nRT ബൈ V. ഓക്കെ, ഇവിടുന്ന് എന്താ ഇങ്ങനെ എഴുതാൻ കാരണം? കാരണം നമ്മൾ ഡാൾട്ടൺസ് ലോ എഴുതിയപ്പോൾ വോള്യൂം ടെമ്പറേച്ചറൊക്കെ കോൺസ്റ്റൻ്റ് ആണ്. സോ സെക്കൻഡ് ഗ്യാസിന് P2 ഈക്വൽ ടു N2RT ബൈ V എന്ന് എഴുതി സെക്കൻഡ് ഗ്യാസിന്. തേർഡ് ഗ്യാസിന് P3 ഈക്വൽ ടു N3RT ബൈ V എന്ന് എഴുതി തേർഡ് ഗ്യാസിന്. ഓക്കെ, ഇനി നമ്മൾ ഇവിടുന്ന് ടോട്ടൽ പ്രഷർ കാണണമെങ്കിൽ എന്താണ്? നിങ്ങൾ പറ. P ടോട്ടൽ ഈക്വൽ ടു P1 പ്ലസ് P2 പ്ലസ് P3 അല്ലടാ നമ്മൾ പഠിച്ച് 3 ഗ്യാസ് ഉണ്ടെങ്കിൽ, ശരിയല്ലേ? 3 ഗ്യാസ്. അപ്പോൾ നമ്മളിത് ഓക്കെ അപ്ലൈ ആഡ് ചെയ്താൽ എന്താ കിട്ടുക? പറ. N1RT ബൈ V പ്ലസ് N2RT ബൈ V, ശരിയാവുന്നില്ലേ? N3RT ബൈ V. മൂന്നും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ N1 പ്ലസ് N2 പ്ലസ് N3 ഇൻറ്റു RT ബൈ V. ഇക്വേഷൻ 4 എന്ന് കൊടുത്തു ഞാൻ. ഇക്വേഷൻ 4 ശരിയാവണില്ലേ? അത് N1 പ്ലസ് N2 പ്ലസ് N3 RT ബൈ V കോമൺ ആയിട്ട് എടുത്തു. ഇനി ഇക്വേഷൻ 1 ഡിവൈഡഡ് ബൈ 4 പറ. ഒന്നാമത്തെ ഇക്വേഷനെ നാലാമത്തെ ഇക്വേഷനോട് ഡിവൈഡ് ചെയ്തു. P1 ബൈ P ടോട്ടൽ ഈക്വൽ ടു P1 ബൈ P ടോട്ടൽ ഈക്വൽ ടു നിങ്ങൾ പറഞ്ഞേ എന്താ ഉള്ളത്? ദെൻ ഓക്കെ P1 ബൈ P ടോട്ടൽ RT ബൈ V ക്യാൻസൽ ചെയ്ത് പോകും. പിന്നെ എന്താ ഉള്ളത്? N1 ഡിവൈഡഡ് ബൈ N1 ബൈ എന്താ ഉണ്ടാവുക? N1 പ്ലസ് N2 പ്ലസ് N3. ഇതിന് നിങ്ങൾ പഠിച്ചത് ഓർമ്മ ഉണ്ടോ? മോൾസ് ഓഫ് ഫസ്റ്റ് ഗ്യാസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. അതിനല്ലേ നിങ്ങൾ മോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞത്? അപ്പോൾ നമുക്ക് P1 ബൈ P ടോട്ടൽ ഈക്വൽ ടു മോൾ ഫ്രാക്ഷൻ ഓഫ് ഫസ്റ്റ് ഗ്യാസ് K1. കേട്ടിട്ടില്ല? എന്താ മോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മിക്സർ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരാളെ മോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ നമ്പർ ഓഫ് മോൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. ഇത് ഗ്യാസിനും അതേപോലെ ലിക്വിഡിലൊക്കെ നമുക്ക് പറയാം കേട്ടോ. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി, നമ്മളൊരു ബീക്കറിൽ വാട്ടർ ഉണ്ട്, ഇതിൽ കുറച്ച് നമ്മൾ സോഡിയം ക്ലോറൈഡ് ആഡ് ചെയ്യുന്നു. ദെൻ വാട്ടർ ഉണ്ട്, അതിലേക്ക് സോഡിയം ക്ലോറൈഡ് ആഡ് ചെയ്തു. സോ മോൾ ഫ്രാക്ഷൻ ഓഫ് NaCl എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് മോൾസ് ഓഫ് NaCl ഡിവൈഡഡ് ബൈ
നമ്പർ ഓഫ് മോൾസ് ഓഫ് NaCl പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ, അതായത് ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്, ദെൻ മോളിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് NaCl. ഇവിടുന്ന് മോൾ ഫ്രാക്ഷൻ ഓഫ് വാട്ടർ എങ്ങനെ കാണാം? നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് NaCl ചെയ്താൽ മതി. ഓക്കെ, അപ്പം എന്താണ് ഈ മോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദി റേഷ്യോ ഓഫ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ദാറ്റ് കോമ്പോണന്റ് ടു ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓൾ ദി കോമ്പോണന്റ്. ബേസിക് കോൺസെപ്റ്റ്സിൽ പഠിച്ചതാണ്, അതാണ് മോൾ ഫ്രാക്ഷൻ. ഓർ ഇവിടുന്ന് എഴുതാം P1 ഈക്വൽ ടു പാർഷ്യൽ പ്രഷർ ഓഫ് എ ഗ്യാസ് ഈക്വൽ ടു K1 ഇൻറ്റു P ടോട്ടൽ. ഇതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. പാർഷ്യൽ പ്രഷർ ഈസ് ദി പ്രോഡക്റ്റ് ഓഫ് മോൾ ഫ്രാക്ഷൻ ഓഫ് ദാറ്റ് ഗ്യാസ് ഇൻറ്റു ടോട്ടൽ പ്രഷർ. ദെൻ ഇനി ഇതേപോലെ നിങ്ങൾ P2 സെക്കൻഡ് ഇക്വേഷൻ ബൈ ഫോർത്ത് ഇക്വേഷൻ ചെയ്താൽ P2 ഈക്വൽ ടു K2 ഇൻറ്റു P ടോട്ടൽ എന്ന് കിട്ടും. അപ്പോൾ എന്താ മനസ്സിലായത്? പാർഷ്യൽ പ്രഷർ ഓഫ് എ ഗ്യാസ് ഈക്വൽ ടു മോൾ ഫ്രാക്ഷൻ ഇൻറ്റു ടോട്ടൽ പ്രഷർ. ഇതാണ് ദെൻ പാർഷ്യൽ പ്രഷർ ഇൻ ടേംസ് ഓഫ് മോൾ ഫ്രാക്ഷൻ. ബുദ്ധിമുട്ടില്ലല്ലോ, എളുപ്പമല്ലേ അത്? ഈ ഡിറൈവ് ചെയ്ത് ഒന്നുകൂടി നോക്കൂ, നമുക്ക് പ്രോബ്ലത്തിൽ ആവശ്യം വരുന്നതാണ്. പാർഷ്യൽ പ്രഷർ ഓഫ് എ ഗ്യാസ് ഈക്വൽ ടു മോൾ ഫ്രാക്ഷൻ ഇൻറ്റു P ടോട്ടൽ. ഓക്കെ, അടുത്തത് എന്താണ് ഈ ഡാൾട്ടൺസ് ലോയുടെ അപ്ലിക്കേഷൻ എന്നുള്ളതാണ്. ഇത് നിങ്ങൾ കാര്യമായിട്ട് പഠിക്കണം കേട്ടോ, ഇത് ചോദ്യം വരാറുണ്ട്. ഡാൾട്ടൺസ് ലോയുടെ അപ്ലിക്കേഷൻ. ഇപ്പം ചില ഗ്യാസ് ഒക്കെ കളക്ട് ചെയ്യൽ, അപ്പം നോക്കൂ കേട്ടോ, ചില ഗ്യാസ് വാട്ടറിൻ്റെ മുകളിലാണ് അത്ര കളക്ട് ചെയ്യാം. ഇപ്പോൾ ബീക്കറിൽ വാട്ടർ ഉണ്ടാവും, ഇതിലിങ്ങനെ വാട്ടർ, ഇതിലിതേപോലെ ഒരു അപ്പാരറ്റസ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇതിലൂടെ നമ്മളൊരു ഗ്യാസ് ഇപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതിൽ ബബിൾ ചെയ്യിക്കുക ചെയ്യാം. ഇവിടെ ബബിൾ ചെയ്തിട്ട് ഈ ഗ്യാസ് ഇതിൽ കളക്ട് ചെയ്യും. ചില ഗ്യാസ് ഇപ്പോൾ ഓക്സിജൻ അതേപോലെ ഹൈഡ്രജൻ ഗ്യാസ് ഒക്കെ ഇങ്ങനെ കളക്ട് ചെയ്യും, ഇതിൽ കളക്ട് ചെയ്യും. ഓക്കെ, ഇങ്ങനെ കളക്ട് ചെയ്യുമ്പോൾ ഇനി ശ്രദ്ധിക്കാം, ഇവിടെ ഗ്യാസ് ഉണ്ട്, ഈ ഗ്യാസിന് പുറമെ ഈ വാട്ടറിൻ്റെ ഇവിടെ ആരൊക്കെയുണ്ട്? ഗ്യാസ് പ്ലസ് വാട്ടർ വേപ്പർ ഉണ്ടാവില്ലടാ, വാട്ടർ വേപ്പറും ഉണ്ടാവില്ലേന്ന്. ഗ്യാസും പിന്നെന്താ ഉള്ളത്? വാട്ടർ വേപ്പറും ഉണ്ട് ഇതിനകത്ത്. ചില ഗ്യാസൊക്കെ എങ്ങനെ കളക്ട് ചെയ്യാമെന്ന് പറഞ്ഞു. ഓക്കെ, ദെൻ ഇനി അന്നേരം ഇവിടുത്തെ പ്രഷർ നിങ്ങൾ മെഷർ ചെയ്ത് വിചാരിക്കുക, P ടോട്ടൽ മെഷർ ചെയ്ത് വിചാരിക്കുക. ഈ P ടോട്ടൽ എന്ന് പറഞ്ഞാൽ ആരൊക്കെ ഉണ്ടാവും? ഗ്യാസ് ഉണ്ടാവും, അതേപോലെ വാട്ടർ വേപ്പറും ഉണ്ടാവും. അപ്പോൾ വാട്ടർ വേപ്പറുള്ള ഗ്യാസ് നമുക്ക് വേണമെങ്കിൽ മോയിസ്റ്റ് ഗ്യാസ് എന്ന് വേണമെങ്കിൽ പറയാമല്ലോ. ഓക്കെ, എന്താ ഇപ്പോൾ എഴുതിയെന്താ? പ്രഷർ ഓഫ് മോയിസ്റ്റ് ഗ്യാസ് ഈക്വൽ ടു എന്താ? മോയിസ്റ്റ് ഗ്യാസ് എന്ന് പറഞ്ഞാൽ എന്താ? വാട്ടർ വേപ്പർ കൂടി ഉള്ളൂ. പ്രഷർ ഓഫ് ഡ്രൈ ഗ്യാസ് ഈ ഗ്യാസ് പ്ലസ് പ്രഷർ ഓഫ് വാട്ടർ വേപ്പർ, ദെൻ പ്രഷർ ഓഫ് ഡ്രൈ ഗ്യാസ് പ്ലസ് പ്രഷർ ഓഫ് വാട്ടർ വേപ്പർ. ഈ വാട്ടർ വേപ്പറിൻ്റെ പ്രഷർ ദെൻ ഇതൊരു കോൺസ്റ്റൻ്റ് ആണ് ഗിവൺ ടെമ്പറേച്ചറിൽ. എത്ര? ഗിവൺ ടെമ്പറേച്ചറിൽ കോൺസ്റ്റൻ്റ് ആണ്. അതിനൊരു പേര് പറയും, അക്വസ് ടെൻഷൻ എന്ന് പറയും. Aqueous tension. Pressure due to water vapor is a constant at a given temperature. That is called aqueous tension. നമുക്ക് ചാർട്ടിൽ കാണാൻ പറ്റും വ്യത്യസ്ത ടെമ്പറേച്ചറിൽ കോൺസ്റ്റന്റ്. അപ്പോൾ ഇവിടുന്ന് വേണമെങ്കിൽ പ്രഷർ ഓഫ് ഡ്രൈ ഗ്യാസ് കാണാം. ഡ്രൈ ഗ്യാസ് ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രഷർ ഓഫ് മോയിസ്റ്റ് ഗ്യാസ് മൈനസ് aqueous tension. Aqueous tension. ഇതാണ് അടുത്ത ഇക്വേഷൻ. Partial pressure of dry gas equal to pressure of moist gas minus aqueous tension. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ഡ്രൈ ഗ്യാസിൻ്റെ പ്രഷർ കിട്ടും. നമ്മളിവിടുന്ന് മെഷർ ചെയ്യുമ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു അപ്പാരറ്റസ് വെച്ച് മെഷർ ചെയ്യുമ്പോൾ എന്താ നിങ്ങൾക്ക് കിട്ടുക? മോയിസ്റ്റ് ഗ്യാസിൻ്റെ പ്രഷറാണ് കിട്ടുക. അതാണോ ഡ്രൈ ഗ്യാസിൻ്റെ പ്രഷർ? അല്ല. ആ ഗിവൺ ടെമ്പറേച്ചറിൽ അതിൻ്റെ വാട്ടർ വേപ്പറിൻ്റെ പ്രഷർ മൈനസ് ചെയ്യണം. അതിനെന്താ നമ്മൾ പറഞ്ഞത്? എന്താ? അക്വസ് ടെൻഷൻ. സോ ദെൻ ഡാൾട്ടൺസ് ലോയുടെ അപ്ലിക്കേഷൻ എന്തായിരുന്നു? ഇൻ ഓർഡർ ടു ഫൈൻഡ് ഔട്ട് പ്രഷർ ഓഫ് ഡ്രൈ ഗ്യാസ്. ഓക്കെ, ദെൻ ചില ഗ്യാസൊക്കെ വാട്ടറിൻ്റെ മുകളിലാണ് കണക്ട് ചെയ്യുക. അപ്പോൾ വാട്ടർ വേപ്പറിൻ്റെ പ്രഷർ കൂടി നമ്മളവിടെ കൺസിഡർ ചെയ്യേണ്ടി വരും. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? അപ്പോൾ എന്തായിരുന്നു ഡാൾട്ടൺസ് ലോ? എന്തായിരുന്നു? ദെൻ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ പ്രഷർ എക്സർട്ടഡ് ബൈ എ മിക്സ്ചർ ഓഫ് 2 or more നോൺ റിയാക്ടിങ് ഗ്യാസസ് ഇസ് ദി സം ഓഫ് ദെയർ പാർഷ്യൽ പ്രഷർ. എന്താ പാർഷ്യൽ പ്രഷർ എന്ന് പറഞ്ഞാൽ? എന്താ? ഇൻഡിവിജ്വൽ ഗ്യാസ് കൊടുക്കുന്ന പ്രഷറിനെ പറയുന്ന പേരാണ് പാർഷ്യൽ പ്രഷർ എന്നുള്ളത്. പിന്നെ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? ദെൻ പാർഷ്യൽ പ്രഷറും അതേപോലെ പാർഷ്യൽ പ്രഷർ കാണാനുള്ള ഇക്വേഷൻ പാർഷ്യൽ പ്രഷർ ഓഫ് എ ഗ്യാസ് ഈക്വൽ ടു മോൾ ഫ്രാക്ഷൻ ഇൻറ്റു ടോട്ടൽ പ്രഷർ. പിന്നെ അതിൻ്റെ അപ്ലിക്കേഷൻ പാർഷ്യൽ പ്രഷർ ഓഫ് ഡ്രൈ ഗ്യാസ് ഈക്വൽ ടു പ്രഷർ ഓഫ് മോയിസ്റ്റ് ഗ്യാസ് മൈനസ് aqueous tension. Pressure due to water vapor is called aqueous tension. It is a constant at a given temperature. അപ്പോൾ ഡാൾട്ടൺസ് ലോയും നമ്മൾ കഴിഞ്ഞു. ഇനി ഇതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം നമുക്ക്. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കൂട്ടോ. A neon dioxin mixture contain 70.6 gram of dioxin and 167.5 gram of neon. Okay, if pressure of the mixture of gases in the cylinder is 25 bar, what is the partial pressure of dioxin and neon in the mixture?
എന്തൊക്കെ പറഞ്ഞ് 70.6 gram ഡൈഓക്സിജൻ ഓക്സിജന്, പിന്നെ 167.5 gram നിയോണും ഉണ്ട്. അതാണ് ഒരു സിലിണ്ടറിലുള്ളത്, then ഒരു മിക്സറിലുള്ളത്. ഇനി ടോട്ടൽ പ്രഷർ 25 ബാർ ആണ്, 25 ബാർ. ക്വസ്റ്റ്യൻ എന്താണ്? പാർഷ്യൽ പ്രഷർ ഓഫ് നിയോണും കാൽക്കുലേറ്റ് ചെയ്യണം, ഓക്സിജനും കാൽക്കുലേറ്റ് ചെയ്യണം. പാർഷ്യൽ പ്രഷർ കാണാനുള്ള ഇക്വേഷൻ എന്താ നിങ്ങൾക്കറിയാലോ? പാർഷ്യൽ പ്രഷർ ഈക്വൽ ടു P1 ഈക്വൽ ടു മോൾ ഫ്രാക്ഷൻ ഇൻറ്റു പി ടോട്ടൽ എന്നല്ലേ നമ്മൾ പഠിച്ചത്. പി ടോട്ടൽ തന്നിട്ടുണ്ട്, മോൾ ഫ്രാക്ഷൻ കാണണം. മോൾ ഫ്രാക്ഷൻ കാണണമെങ്കിൽ എന്ത് വേണം? നമ്പർ ഓഫ് മോൾസ് അറിയണ്ടേ. നമ്പർ ഓഫ് മോൾസ് എങ്ങനെയാണ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക? നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓക്സിജൻ ഈക്വൽ ടു മാസ് ഡിവൈഡ് ബൈ മോളാർ മാസ് ഇടാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 70.6 ഡിവൈഡ് ബൈ 32. ശരിയല്ലേ? എടാ മോളിക്കുലാർ മാസ് 32 ആണ്. സോ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓക്സിജൻ 2.21 മോൾ എന്ന് കിട്ടും. ഏകദേശം ശരിയാവില്ലേ? 2.21 മോൾ എന്ന് കിട്ടും. ഇനി അടുത്ത് നിയോൺ, നമ്പർ ഓഫ് മോൾസ് ഓഫ് നിയോൺ ഈക്വൽ ടു 167.5 ഡിവൈഡഡ് ബൈ ദെൻ മോളിക്കുലാർ മാസ് 20 ആണ്, 20. സോ ദാറ്റ് ഈസ് ഈക്വൽ എത്ര കിട്ടുക പറ? 20 ആണെങ്കിൽ എത്ര കിട്ടുക? ദെൻ ഓക്കെ 8. പിന്നെ 375 ഇത്രയും മോള് കിട്ടും. 8.375 മോൾ എന്ന് കിട്ടും. ശരിയാണല്ലോ അത്. ഇനി അടുത്ത നമുക്ക് വേണ്ട എന്താണ്? മോൾ ഫ്രാക്ഷൻ. മോൾ ഫ്രാക്ഷൻ ഓഫ് ഓക്സിജൻ ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓക്സിജൻ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓക്സിജൻ പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് നിയോൺ ആണല്ലോ. നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓക്സിജൻ എത്രയായിരുന്നു? 2.21 ഡിവൈഡഡ് ബൈ 2.21 പ്ലസ് 8.375. ദെൻ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ 2. എത്ര പറഞ്ഞു? 2.21 ഡിവൈഡ് ബൈ 2.21 പ്ലസ് 8.37. ഇത് ചെയ്ത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. 0.21 എന്ന് കിട്ടും. 0.21 ഇതാണ് മോൾ ഫ്രാക്ഷൻ ഓഫ് ഓക്സിജൻ കിട്ടുക. ചെയ്ത് നോക്കണം കേട്ടോ, അപ്പോൾ നിങ്ങൾക്ക് കിട്ടും. ഇനി ഇവിടുന്ന് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഈക്വൽ ടു മോൾ ഫ്രാക്ഷൻ ഓഫ് ഓക്സിജൻ ഇൻറ്റു ടോട്ടൽ പ്രഷർ. മോൾ ഫ്രാക്ഷൻ ഓഫ് ഓക്സിജൻ 0.21 ഇൻറ്റു ടോട്ടൽ പ്രഷർ എത്രയാണ്? 25. സോ ഇത് ചെയ്ത് കഴിഞ്ഞാൽ 25 ഇൻറ്റു 0.21 ഇത് ചെയ്ത് കഴിഞ്ഞാൽ 5.25 ബാർ എന്ന് കിട്ടും. 5.25 ബാർ. 5.25 ബാർ. ഇത് നമുക്ക് എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? നിങ്ങൾക്കറിയാം പി ടോട്ടൽ ഈക്വൽ ടു ഏതൊക്കെയാണുള്ളത്? then P total equal to P height, then P oxygen plus P neon അല്ലേ ഉള്ളത്. അപ്പോൾ P oxygen, P total 25 ആണ്. P neon, P oxygen 5.25 ആണ്. പ്ലസ് P neon ഉണ്ട്. സോ P neon ഈക്വൽ ടു പാർഷ്യൽ പ്രഷർ ഓഫ് നിയോൺ ഈക്വൽ ടു 25 മൈനസ് 5.25. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു 19.75 എന്ന് കിട്ടും. മൈനസ് ചെയ്താൽ മതി. 19.75 ബാർ. ക്ലിയർ അല്ലേ ചെയ്തത്? 19.75 ബാർ. ഇത് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഇതാണ് എളുപ്പം എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്ത്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാൽ മതി? മോൾ ഫ്രാക്ഷൻ ഓഫ് ഓക്സിജൻ കണ്ട പോലെ മോൾ ഫ്രാക്ഷൻ ഓഫ് നിയോൺ കാണാം. നിയോൺ കാണണമെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് നിയോൺ ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് സം ഓഫ് മോൾ ഫ്രാക്ഷൻ എന്തായിരിക്കും? Chi1 പ്ലസ് Chi2 ഒന്നാണെന്ന് പഠിച്ചിട്ടുണ്ട്. അതായത് മോൾ ഫ്രാക്ഷൻ ഓഫ് ഓക്സിജൻ പ്ലസ് മോൾ ഫ്രാക്ഷൻ ഓഫ് നിയോൺ ഈക്വൽ ടു 1. സോ മോൾ ഫ്രാക്ഷൻ ഓഫ് നിയോൺ ഈക്വൽ ടു 1 മൈനസ് മോൾ ഫ്രാക്ഷൻ ഓഫ് ഓക്സിജൻ. അങ്ങനെ ചെയ്താലും നിങ്ങൾക്ക് ഇതേ ആൻസർ തന്നെ കിട്ടും. അപ്പോൾ എന്നിട്ട് ടോട്ടൽ പ്രഷർ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇതേ ആൻസർ തന്നെ കിട്ടും. നമുക്ക് എളുപ്പം ഇതാണല്ലോ, ഇങ്ങനെ ചെയ്താൽ മതി. ചെയ്ത മെത്തേഡ് മനസ്സിലായോ? അത് നമ്മൾ ഡാൾട്ടൺസ് ലോ അപ്ലൈ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആൻസർ എന്തൊക്കെ കിട്ടിയത്? എന്തൊക്കെയാണ്? മോൾ ഫ്രാക്ഷൻ ഓഫ് നിയോണ് അല്ല, മോൾ ഫ്രാക്ഷൻ അല്ല, 19.75 പാർഷ്യൽ പ്രഷർ ഓഫ് നിയോണും പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ 5.25. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചെയ്ത മെത്തേഡ് മനസ്സിലായോ നിങ്ങൾക്ക്? ദെൻ ആദ്യം നമ്മൾ പാർഷ്യൽ പ്രഷർ കാണാൻ പറഞ്ഞു. മോൾ ഫ്രാക്ഷൻ ഇൻറ്റു ടോട്ടൽ പ്രഷർ. മോൾ ഫ്രാക്ഷൻ കാണണമെങ്കിൽ നമ്പർ ഓഫ് മോൾസ് അറിയണം. ആ നമ്പർ ഓഫ് മോൾസ് വെച്ചിട്ടാണ് നമ്മൾ മോൾ ഫ്രാക്ഷൻ കണ്ടത്. അത് വെച്ചിട്ടാണ് നമ്മൾ പാർഷ്യൽ പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ അത്? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. നോക്കട്ടെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. Pressure of 1 gram of an ideal gas A at 27 degrees Celsius is found to be 2 bar. When 2 gram of another ideal gas B is introduced in the same flask at the same temperature and pressure become 3 bar. Find the relationship between their molar masses എന്നാണ് ക്വസ്റ്റ്യൻ. എങ്ങനെ ഇത് ചെയ്യാം? എങ്ങനെ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ പറ്റാം? നോക്കൂ. ദെൻ പാർഷ്യൽ പ്രഷർ ഓഫ് 1 gram ഓഫ് an ideal gas എ എന്നുള്ള പ്രഷർ 1 gram എ ഉണ്ട്. 1 gram എ അതിൻ്റെ പ്രഷർ 27 ഡിഗ്രി സെൽഷ്യസിൽ അതിൻ്റെ പ്രഷർ 2 ബാർ ആണ്. ദെൻ ഇനി അടുത്ത് 2 gram another ideal gas B is introduced in the same flask at the same temperature.
പ്രഷർ ബിക്കം ടോട്ടൽ പ്രഷറാണ് 3 ബാർ ആയിട്ട് മാറുക. ടോട്ടൽ പ്രഷർ ബിക്കം 3 ബാർ. ഫൈൻഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദെയർ മോളാർ മാസ്. അപ്പോൾ ഇതിൽ ഇങ്ങനെയാണ് പറയുന്നത്, ഈ കണ്ടെയ്നറിൽ ആദ്യം എ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ പ്രഷർ 2 ബാർ ആണ്. എന്നിട്ട് അതിലേക്ക് ബി കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്ത് 2 ഗ്രാം. അപ്പോൾ പ്രഷർ എത്ര ആയിട്ട് മാറി? 3 ബാർ. ടോട്ടൽ പ്രഷറാണ് 3 ബാർ ആയത്. സോ ഇവിടെ നമുക്ക് പറയാം പി ടോട്ടൽ ഈക്വൽ ടു പി എ പ്ലസ് പി ബി ആണ്. ദെൻ ഇനി പി ടോട്ടൽ 3 ബാർ ആണ്, പി എ തന്ന എത്രയാണ്? 2 ബാർ ആണ്. സോ പി ബി ഈക്വൽ ടു എത്ര ആയിരിക്കും? പി ബി ഈക്വൽ 3 - 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ബാർ ആണല്ലോ. 1 ബാർ. ഇത് നമുക്ക് എന്താ ചെയ്യാൻ പറ്റാം? നമുക്ക് എങ്ങനെ ചെയ്യാം? ഇത് പാർഷ്യൽ പ്രഷർ 1 ബാർ എന്ന് കിട്ടി. നമുക്ക് വേണ്ടത് മോളാർ മാസ് ആണ്. ദെൻ ഇനി മോളാർ മാസിൻ്റെ റിലേഷൻഷിപ്പാണ്. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്തുകൂടെ? നോക്കൂ കേട്ടോ, വോള്യം സെയിം കണ്ടെയ്നറിലേക്കാണല്ലോ ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പി വി സി ഈക്വൽ ടു എൻ ആർ ടി, ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. നമുക്ക് വേണമെങ്കിൽ ദെൻ ഇനി പി വൺ അല്ലെങ്കിൽ പി എ ഈക്വൽ ടു എൻ എ ആർ ടി എ എന്ന് കൊടുത്തു. ടി എ എന്ന് കൊടുക്കണ്ട, കാരണം എന്താ? ടെമ്പറേച്ചർ സെയിം ആണ് നമ്മോട് പറയുന്നുണ്ട്, വോള്യം സെയിം ആണ്. പി ബി വി ഈക്വൽ ടു എൻ ബി ആർ ടി എന്ന് ഞാൻ കൊടുത്തു. ഇത് ഇക്വേഷൻ 1, ഇക്വേഷൻ 2. 1 ഡിവൈഡഡ് ബൈ 2 ചെയ്ത് നോക്കൂ നിങ്ങൾ. ദെൻ പി എ ഡിവൈഡഡ് ബൈ പി ബി ഈക്വൽ ടു എൻ എ ഡിവൈഡഡ് ബൈ എൻ ബി. ഓക്കെ, പി എ എന്ന് പറഞ്ഞാൽ എത്രയാണ്? പാർഷ്യൽ പ്രഷർ ഓഫ് എ 2. ദെൻ പാർഷ്യൽ പ്രഷർ ഓഫ് ബി എത്രയാണ്? 3 അല്ല 1 ആണ്. എന്താ? നമ്മൾ അത് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ടോട്ടൽ പ്രഷറാണ് 3 ബാർ ആയി മാറിയത്. അപ്പോൾ എത്രയുള്ളത്? 1. ഇനി നമ്പർ ഓഫ് മോൾസ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താ? മാസ് ഡിവൈഡ് ബൈ മോളാർ മാസ് അല്ലേ? മാസ് എത്രയാണ് പറഞ്ഞ? ഒന്നാമത്തെ ആൾ 1 ഡിവൈഡഡ് ബൈ എം എ ഡിവൈഡഡ് ബൈ അടുത്ത ആൾ 2 ഡിവൈഡഡ് ബൈ എം ബി. ശരിയാണല്ലോ. ഓക്കെ, അപ്പോൾ 2 ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ എം എ. ഇയാളെ തല തിരിച്ചിട്ട് ദെൻ എം ബി ഡിവൈഡഡ് ബൈ 2 അല്ലേ? സോ എം ബി ഈക്വൽ ടു, നമ്മൾ എം ബി മാത്രം ഇതിനെങ്ങോട്ട് എടുത്താൽ എന്തായിരിക്കും? 2 × 2 4 എം എ. എത്ര എളുപ്പമാണ്? എം ബി ഈക്വൽ ടു 4 എം എ. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ചെയ്ത് നോക്കിയാൽ എളുപ്പമാണ്. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്ത് പഠിക്കട്ടോ, വീണ്ടും ചെയ്ത് പഠിക്കുക ഈ ക്വസ്റ്റ്യൻസ്. ഓക്കെ, അടുത്ത നോക്കാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് വിൽ ബി ദ പ്രഷർ എക്സേർട്ടഡ് ബൈ എ മിക്സർ ഓഫ് 3.2 gram of methane and 4.4 gram of carbon dioxide contained in a 9 decimeter cube flask at 27 degrees Celsius. ഏതൊക്കെയാണ്? 3.2 gram methane, പിന്നെ അടുത്ത ആരെയാ പറഞ്ഞത്? 4.4 gram carbon dioxide, 4.4 gram CO2, 9 decimeter cube flask at 27 degrees Celsius. കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞ് വാട്ട് വിൽ ബി ദ പ്രഷർ എക്സേർട്ടഡ് ബൈ എ മിക്സർ ഓഫ് എന്നാണ്. ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം. എങ്ങനെയപ്പോൾ ചെയ്യാം നിങ്ങൾ പറ. ദെൻ ഇത് രണ്ടും കൂടിയാണ് മിക്സ് ചെയ്തത്, ഈ 2 ആൾക്കാരും കൂടിയും. ഇതാണ് കണ്ടീഷൻ. 9 decimeter ക്യൂബാണ് ഫ്ലാസ്ക്. ദെൻ 27 degree Celsius ആണ്. ചെയ്ത് നോക്കണമല്ലോ നമുക്ക്. ദെൻ നമുക്ക് പറയാവുന്നത് 3.2 gram മീഥൈന് അല്ലേ? അപ്പോൾ നമുക്ക് പിന്നെ ഈ ക്വസ്റ്റ്യൻ പി വി സി ഈക്വൽ ടു എൻ ആർ ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും ഒന്നാമത്തെ ആളെ പ്രഷർ P1 ഈക്വൽ ടു നിങ്ങൾ പറ. ദെൻ P1 ഈക്വൽ ടു അല്ലെങ്കിൽ P1 V ഈക്വൽ ടു N1 RT. ടെമ്പറേച്ചർ ഒക്കെ കോൺസ്റ്റൻ്റ് ആണ്, വോള്യം കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ വേണമെങ്കിൽ P1 ഈക്വൽ ടു N1 RT ബൈ V ചെയ്താൽ ശരിയല്ല, ഒന്നാമത്തെ ആളെ പ്രഷർ കിട്ടും. ഇതേപോലെ രണ്ടാമത്തെ ആളെ പ്രഷർ P2 ഈക്വൽ ടു N2 RT ബൈ V എന്ന് ചെയ്തു വിടാം. ശരിയല്ലേ? ദെൻ ഇനി ഓരോരുത്തരും നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം കേട്ടോ. ഇതിന് കാൽക്കുലേഷനൊക്കെ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ചെയ്യാം, ഇതിനും ചെയ്യാം. പക്ഷെ നമുക്ക് എളുപ്പ ആൻസർ കിട്ടാൻ നല്ല എന്താ വെച്ചാൽ 2 കൂടി ആഡ് ചെയ്താൽ ഡാൾട്ടൺസിലോ പഠിക്കുന്ന P ടോട്ടൽ ഈക്വൽ ടു P1 + P2 ആണല്ലോ ഡാൾട്ടൺസിലോ. അപ്പം നമുക്ക് N1 RT ബൈ V പ്ലസ് N2 RT ബൈ V. ഓക്കെ, പ്രോബ്ലം ഒന്ന് സിംപ്ലിഫൈ ആണ്. സോ N1 + N2 × RT ബൈ V എന്ന് എഴുതിക്കൂടെ? തെറ്റുണ്ടോ അങ്ങനെ എഴുതിയത്? മനസ്സിലാവുന്നില്ലടാ. ഇങ്ങനെ ചെയ്തൊക്കെ ആഡ് ചെയ്താൽ മതി, പക്ഷെ എളുപ്പത്തിന് വേണ്ടി. ഇനി അടുത്ത് നോക്കൂ, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? നമ്പർ ഓഫ് മോൾസ് ഓഫ് മീഥൈൻ എത്രയാണ്? ഞാൻ N1 എന്നുള്ള മീഥൈനും N2 എന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡും. മീഥൈൻ എത്ര നിങ്ങൾ പറ? 3.2 ഡിവൈഡഡ് ബൈ 16 ആണല്ലോ മോളാർ മാസ്. N2 എന്താണ്? 4.4 ഡിവൈഡഡ് ബൈ 44. ശരിയല്ല? ഇനി ആറിൻ്റെ വില എത്രയാണ്? നമ്മൾ എന്തിലാണ് എടുക്കേണ്ടത്? ഡെസിമീറ്റർ ക്യൂബ് ബാറിലായിക്കോട്ടെ. അപ്പോൾ നമ്മൾ എന്തെടുക്കും? 0.0831. ഓക്കെ, പിന്നെ അടുത്ത് RT ടെമ്പറേച്ചർ എത്രയാണ്? 27 എന്ന് പറഞ്ഞാൽ 300 Kelvin. വോള്യം എത്രയാണ്? 9 decimeter ക്യൂബ്. നോക്കട്ടോ, ഇതിപ്പോൾ നിങ്ങൾ ചെയ്താൽ മതി, ചെയ്യാനുള്ളൂ. എന്നാലും സിംപ്ലിഫൈ ചെയ്യാൻ വല്ല മെത്തേഡ് ഉണ്ടാകും നോക്ക്. 32 ഡിവൈഡ് ബൈ 16 ആണെങ്കിൽ
അല്ലെങ്കിൽ നോക്ക് 3.2 ഡിവൈഡ് ബൈ 16 എത്ര കിട്ടുക? 3 പോവില്ല, അപ്പോൾ 32 എത്ര കിട്ടും? 0.2 എന്ന് കിട്ടും. സംശയമില്ലല്ലോ അതിൽ? ശരിയല്ല? 0.2 32 32 ഡിവൈഡ് ബൈ 16. ഇനി 4.4 ഡിവൈഡ് ബൈ 44 എത്ര കിട്ടുക? 0.1. നോക്കണേ, ശ്രദ്ധിക്കണേ. ഇനി 0.2 പ്ലസ് 0.1 0.3. 0.3 നിങ്ങൾ 0.3 ഇവിടെ ഒരു 10 എടുത്ത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്ക്. 3 ഡിവൈഡഡ് ബൈ 9 ആണെങ്കിൽ എത്ര കിട്ടുക? നിങ്ങൾക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 3 എന്ന് കിട്ടും ഇവിടെ അല്ലേ? ആ 3 ഡിവൈഡഡ് ബൈ 30 ഉണ്ടല്ലോ, 30/3 ഉണ്ടല്ലോ. അപ്പോൾ അതായിട്ട് കട്ട് ചെയ്താൽ അത്ര കിട്ടും നിങ്ങൾ പറ. അപ്പോൾ നിങ്ങൾക്ക് 10 ബാക്കി ഉണ്ടാവും. ഓക്കെ, ആ 10 ഇൻറ്റു 0.08 അപ്പോൾ ആൻസർ കിട്ടുക 0.831. ഇതാണ് 831 ബാർ എന്ന് കിട്ടും. ചെയ്ത് മനസ്സിലായില്ല? ഇതെങ്ങനെ ഇടും? 0.2 പ്ലസ് 0.1 0.3. ആ 0.3 പിന്നെ നമ്മൾ ചെയ്താൽ എളുപ്പത്തിന് വേണ്ടിയിട്ടാട്ടോ. ആ 0.3 അതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 0.3 ഇൻറ്റു 300 എത്ര കിട്ടുക? 0.3 ഇൻറ്റു 300 എത്ര കിട്ടുക? 90 അല്ലേ കിട്ടുക? ഇവിടെ 90 ഡിവൈഡ് ബൈ 9 10 കിട്ടുന്നു. ആ 10 ആയിട്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. കഴിഞ്ഞു 0.831 ബാർ. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഡാൾട്ടൺസ് ലോ ആയിട്ടൊക്കെ ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇനി ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ പുറകിൽ ലാസ്റ്റ് ഇനിയും ചെയ്യാം. നമുക്ക് ലാസ്റ്റ് സമയം ഉണ്ടാവില്ല, അന്നേരം നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ ചെയ്യാം. അപ്പോൾ നമ്മളിന്ന് കാര്യമായിട്ട് ചെയ്തത് എന്താണ്? നമ്മൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷനെ ബേസ് ചെയ്തിട്ട് ഡെൻസിറ്റിയുടെ ചില ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, നമ്മൾ ചെയ്തു. പിന്നെ ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷറാണ് നമ്മളിന്ന് പുതുതായിട്ട് എടുത്ത തിയറി പാർട്ട്. അതിൻ്റെ ചില ക്വസ്റ്റ്യൻസാണ് നമ്മൾ ചെയ്ത്. നിങ്ങൾ നന്നായിട്ട് ചെയ്ത് നോക്കുക, കിട്ടും. നിങ്ങൾക്ക് അത്ര ബുദ്ധിമുട്ടുള്ള ടോപ്പിക്കൊന്നുമല്ല. ഈ പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുക തന്നെ വേണം. ഓക്കെ, ആദ്യം കിട്ടിയിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. പിന്നെ പക്ഷേ നിങ്ങൾ ചെയ്തത് പഠിക്കുക തന്നെ വേണം. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. ശരി.